പ്രിയമുള്ളവരെ, നമ്മുടെ മാർക്കറ്റുകളിൽ ഇന്ന് പലതരത്തിലുള്ള ചിപ്സുകൾ ലഭ്യമാണ്. ബനാന ചിപ്സ്, കായ വറുത്തത്, അതുപോലെ പൊട്ടറ്റോ ചിപ്സ്, അതുപോലെ പൂളപ്പൊരി, ടാപ്പിയോക്ക ചിപ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ചിപ്സുകൾ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ചിപ്സുകളിൽ ഏത് ചിപ്സാണ് ആരോഗ്യകരമെന്ന് നോക്കിയാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് ബനാന ചിപ്സ് അല്ലെങ്കിൽ കായ വറുത്തത്. കാരണം ബനാന ചിപ്സും അതുപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സും എടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ ആരോഗ്യകരമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കതിലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. സാധാരണ ഈ ബനാന ചിപ്സ് നമ്മൾ നിർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള നിർമ്മാണ യൂണിറ്റുകളിലാണ്. ഈ ബനാന ചിപ്സ് നിർമ്മിച്ച് മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നത് വളരെ ചെറുകിടക്കാരായ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കച്ചവടക്കാരാണ്. ബനാന ചിപ്സിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബനാന, നേന്ത്രപ്പഴമുണ്ടാകും. അത് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ, അത് മിക്കപ്പോഴും പാം ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആവാം. ഇനി അതിലേക്ക് അല്പം സാൾട്ട്, ഉപ്പും ചേർക്കുന്നുണ്ടാവും. ഇതാണ് പ്രധാനമായിട്ടും ബനാന ചിപ്സിൻ്റെ പ്രധാനപ്പെട്ട ചേരുവകൾ. സേഫായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ബനാന ചിപ്സിൽ ഈ 3 ഘടകങ്ങളെ കാണുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ഈ പൊട്ടറ്റോ ചിപ്സിൻ്റെ പാക്കറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. പലതരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളാണ് പൊട്ടറ്റോ ചിപ്സുകൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. എന്നാൽ ബനാന ചിപ്സ് ഇത്രത്തോളം മൾട്ടിനാഷണൽ കമ്പനികൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. ഈ പൊട്ടറ്റോ ചിപ്സുകളുടെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ പൊട്ടറ്റോയും അത് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിലും അതിലുപയോഗിക്കുന്ന സ്പൈസസും മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റിയിലല്ല, നമ്പർ നോക്കുകയാണെങ്കിൽ ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന പൊട്ടറ്റോയോ ഓയിലോ സ്പൈസസോ അതിനേക്കാൾ കൂടുതൽ നമ്പറായിട്ട് കാണപ്പെടുന്നത് മറ്റു ഫുഡ് അഡിറ്റീവ്സുകളാണ്. മിക്കവാറും എല്ലാ പൊട്ടറ്റോ ചിപ്സുകളും ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് ചേർക്കുന്ന ഒന്നാണ് ഫ്ലേവർ എൻഹാൻസറുകൾ. ഫ്ലേവർ എൻഹാൻസറുകൾ പലപ്പോഴും ഒരു ഫ്ലേവർ എൻഹാൻസർ ആയിരിക്കില്ല, അതിൽ ഒന്നിൽ കൂടുതൽ ഫ്ലേവർ എൻഹാൻസറുകൾ മിക്കവയിൽ ചേർക്കുന്നവയെ കാണാം. അതായത് MSG, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആവാം, അല്ലെങ്കിൽ ഡൈസോഡിയം ഗ്വാനിലേറ്റ് ആവാം, അല്ലെങ്കിൽ ഡൈസോഡിയം ഇനോസിനേറ്റ് ആവാം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലേവർ എൻഹാൻസറുകൾ ഈ ഭക്ഷ്യവസ്തുവിൻ്റെ രുചി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, വീണ്ടും വീണ്ടും വാങ്ങിക്കഴിക്കാൻ തോന്നുന്ന രീതിയിൽ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പൊട്ടറ്റോ ചിപ്സിലേക്ക് ചേർക്കുന്ന ഫ്ലേവർ എൻഹാൻസറുകളുണ്ട്. എന്നാൽ അത് ബനാന ചിപ്സിൽ പൊതുവേ ഇത്തരത്തിലുള്ള ഫ്ലേവർ എൻഹാൻസറുകളൊന്നും ആരും ചേർത്ത് കാണുന്നില്ല. പൊട്ടറ്റോ ചിപ്സിൽ വ്യാപകമായി ചേർക്കുന്ന മറ്റൊരു ഫുഡ് അഡിറ്റീവ്സ് ആണ് ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ് സിലിക്കൺ ഡയോക്സൈഡ്. അതുപോലെ അസിഡിറ്റി റെഗുലേറ്റേഴ്സ് ആയിട്ട് സിട്രിക് ആസിഡും അതുപോലെ മാലിക് ആസിഡും ചേർത്ത് വരുന്നു. അതുപോലെ ലെസിത്തിൻ പോലെയുള്ള ഇമൽസിഫയേഴ്സും, ഫ്ലോർ ട്രീറ്റ്മെൻറ്റ് ഏജൻറ്റ്, റൈസിംഗ് ഏജൻറ്റ്, ലീവനിങ് ഏജൻറ്റ് തുടങ്ങിയ ഒട്ടനവധി ഫുഡ് അഡിറ്റീവ്സ് വ്യാപകമായിട്ട് ഇത്തരത്തിൽ പൊട്ടറ്റോ ചിപ്സിൽ ചേർത്ത് വരുന്നുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ നമ്മുടെ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന ബനാന ചിപ്സുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഫുഡ് അഡിറ്റീവ്സുകൾ വ്യാപകമായി ചേർക്കുന്ന ഒരു പ്രവണത നിലവിൽ ഇല്ല. എന്നാൽ പലപ്പോഴും നാം ബനാന ചിപ്സിൻ്റെയും അതുപോലെ പൊട്ടറ്റോ ചിപ്സിൻ്റെയും സാമ്പിളുകൾ എടുത്ത് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ ബനാന ചിപ്സിൻ്റെ റിസൾട്ട് പലപ്പോഴും അൺസേഫ് എന്നാണ് ലഭിക്കുന്നത്. അൺസേഫ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഹാനികരമായ ഘടകങ്ങൾ ചേർത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരിശോധനാ ഫലമാണ് ലഭിക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ ബനാന ചിപ്സിൽ ഫുഡ് അഡിറ്റീവ്സുകളൊക്കെ ചേർക്കുന്നത് വളരെ കുറവായിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ബനാന ചിപ്സിൽ ഇത്തരത്തിൽ അൺസേഫ് റിസൾട്ട് ലഭിക്കുന്നത്? എന്താണ് ബനാന ചിപ്സിൽ ഇത്തരത്തിൽ അൺസേഫ് റിസൾട്ടിന് കാരണമാകുന്ന ഘടകമായിട്ട് ചേർത്ത് വരുന്നത്? അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു വോയിസ് കേൾപ്പിക്കാം, ഒരു ഫോൺ കോളിൻ്റെ വോയിസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വോയിസ് കേൾക്കാം. കഴിഞ്ഞ ആഴ്ച 1350 ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ചിപ്സ് എന്താ ഇപ്പോൾ ഒരു മുമ്പത്തെ മാതിരി ഒരു മഞ്ഞ അത് കുറച്ച് കഴിഞ്ഞാൽ വെളുത്തുകാണ്ട് ഒരു നിറാണ് വരുന്നത്. ആൾക്കാർ ഇപ്പോൾ എടുത്തുകാണ്ട് ഇപ്പോൾ സാധനം വാങ്ങണേനല്ലേ. ഇപ്പോൾ ചിപ്സ് മഞ്ഞ നിറം ഇല്ലായിട്ട് ഒരു വെളുത്ത നിറം ആകെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താ സംഭവം? എന്താണ് അത്? നിങ്ങൾ ഇപ്പോൾ കളർ ചേർക്കലില്ലേ? കളർ ചേർക്കലില്ലെങ്കിൽ കച്ചവടം നടക്കൂല. എന്നാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ കളർ വേണം. ഇപ്പോൾ ആൾക്കാരിപ്പോൾ സാധനം നോക്കിക്കാണ്ട് വേണ്ട വെക്കുകയാണ്. അതാണ് ചിപ്സിന് ഓർഡർ ഞാൻ തരാത്തത്. ബനാന ചിപ്സ് സാമ്പിൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ മിക്കവഴിയും ലഭിക്കുന്നത് അൺസേഫ് റിസൾട്ടുകളാണ്. കാരണം അതിൽ ഒരു സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തതായിട്ട് കാണുന്നു. അതാണ് ടാട്രസിൻ.
അതായത് ബനാന ചിപ്സ്, നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ബനാന ചിപ്സൊക്കെ നല്ല ബ്രൈറ്റ് യെല്ലോ കളർ, നല്ല കടും മഞ്ഞ നിറമുള്ള ബനാന ചിപ്സാണ് മാർക്കറ്റിൽ കാണുന്നതൊക്കെ. ഇത്തരത്തിൽ ബനാന ചിപ്സിന് കടും മഞ്ഞ നിറം ലഭിക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു ടാട്രസിൻ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ടാട്രസിൻ എന്ന സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തിട്ടില്ലെങ്കിൽ ബനാന ചിപ്സ് പൊതുവേ ഒരു മങ്ങിയ മഞ്ഞ കളറായിരിക്കും. അതല്ലെങ്കിൽ 1, 2, 3, 4 ദിവസം കഴിയുമ്പോൾ ഈ ബനാന ചിപ്സ് മങ്ങിയ മഞ്ഞ കളറിൽ നിന്ന് വീണ്ടും നിറം കുറഞ്ഞ് ഒരു വൈറ്റിഷ് കളറിലേക്ക് അല്ലെങ്കിൽ വെളുത്തു വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ബനാന ചിപ്സിന് ഈ മഞ്ഞ നിറം ലഭിക്കുന്നതിന് വേണ്ടി നിർമ്മാതാക്കൾ അതിലേക്ക് ടാട്രസിൻ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും നിർമ്മാതാക്കൾ ഈ ടാട്രസിൻ എന്ന് പറയുന്ന സിന്തറ്റിക് ഫുഡ് കളർ ചേർക്കാൻ നിർബന്ധിതരാകുന്നത്? ഈ ടാട്രസിൻ ചേർത്തത് കൊണ്ട് നിർമ്മാതാക്കൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അതായത് ബനാന ചിപ്സിൻ്റെ രുചി വർദ്ധിപ്പിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ബനാന ചിപ്സിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ? അതൊന്നുമല്ല. ബനാന ചിപ്സിന് ഒരു ബ്രൈറ്റ് യെല്ലോ കളർ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വാങ്ങുന്നുള്ളൂ. നിങ്ങൾ നേരത്തെ പറഞ്ഞത് കണ്ടില്ലേ വോയിസിൽ? അതായത് ഒരു കസ്റ്റമർ ഒരു കടയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർ ബനാന ചിപ്സ് നോക്കുമ്പോൾ നല്ല മഞ്ഞ നിറമില്ലെങ്കിൽ അത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് കൺസ്യൂമറാണ് ആവശ്യപ്പെടുന്നത് നല്ല ബ്രൈറ്റ് യെല്ലോ കളർ ഉള്ള ഒരു ബനാന ചിപ്സ് വേണമെന്ന്. നല്ല മഞ്ഞ നിറമുള്ള ബനാന ചിപ്സ് ഇല്ലെങ്കിൽ അത് വാങ്ങാൻ കൺസ്യൂമർ തയ്യാറാക്കുന്നത് കൊണ്ട് നല്ല കടും മഞ്ഞ നിറമുള്ള ബനാന ചിപ്സ് തന്നെ വിൽക്കാൻ കടക്കാർ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ അവർ മാനുഫാക്ചേഴ്സിനോട് നല്ല നിറമുള്ള ബനാന ചിപ്സ് തന്നെ ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് മാനുഫാക്ചേഴ്സ് അതിലേക്ക് ടാട്രസിൻ പോലെയുള്ള ആർട്ടിഫിഷ്യൽ കളറുകൾ ചേർക്കുന്നു. ഇത്തരത്തിൽ ബനാന ചിപ്സിലേക്ക് ടാട്രസിൻ ചേർത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? തുടക്കത്തിൽ ആദ്യത്തെ ഒരു ദിവസമൊക്കെ ചെറിയ മഞ്ഞ നിറമുണ്ടാകും. പിന്നീട് ആ മഞ്ഞ നിറം ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് നിറം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അങ്ങനെ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ആ നിറം നന്നായിട്ട് മങ്ങിയിട്ട് ഒരു വൈറ്റിഷ് കളറിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറിലേക്ക് അത് മാറുന്നതായിട്ട് കാണാം. ഇത്തരത്തിൽ ലൈറ്റ് കളറിൽ ബനാന ചിപ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമേഴ്സ് ഒന്നും വാങ്ങാൻ തയ്യാറാകുകയില്ല, അത് പഴകിയതാണ് എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മഞ്ഞ കളറുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളറുകൾ ചേർക്കാൻ പലപ്പോഴും ഇവർ നിർബന്ധിതരാകുകയാണ്. ഇനി നാച്ചുറൽ ആയിട്ടുള്ള കളർ ചേർക്കുകയാണെങ്കിലോ ഈ ആർട്ടിഫിഷ്യൽ കളറിൻ്റെ അത്രത്തോളം ഷെൽഫ് ലൈഫ് കിട്ടില്ല, വളരെ പെട്ടെന്ന് അത് മങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ നാച്ചുറൽ കളറിന് പകരം അല്ലെങ്കിൽ കളർ ചേർക്കാതെ വിൽക്കുന്നതിന് പകരം ഇവർ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കളറുകൾ ചേർക്കാൻ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ കൺസ്യൂമർ എന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു മാറ്റം വരികയാണെങ്കിൽ, അതായത് ബ്രൈറ്റ് കളറുള്ള നല്ല കടും മഞ്ഞ നിറമുള്ള ബനാന ചിപ്സ് തന്നെ വേണമെന്നുള്ള നിർബന്ധം നമ്മൾ പിടിക്കുമ്പോൾ പലപ്പോഴും ഈ മാനുഫാക്ചേഴ്സ് അത് ചേർക്കാൻ നിർബന്ധിതരാകുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ടാപ്പിയോക്ക ചിപ്സ് ഉണ്ട്, പൂളപ്പൊരി ഉണ്ട്. ആരെങ്കിലും പൂളപ്പൊരിക്ക് നല്ല മഞ്ഞ നിറം വേണമെന്ന് നിർബന്ധിക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താണ്? പൂളപ്പൊരി നമ്മൾ കണ്ടത് മുതലേ എന്താണ്? ഈ ലൈറ്റ് കളറുള്ള പൊരിയാണ്. എന്നാൽ ബനാന ചിപ്സിലേക്ക് ഇങ്ങനെ കളറ് ചേർത്ത് നമ്മൾ കാണുന്നതൊക്കെ നല്ല ബ്രൈറ്റ് കളറുള്ള ബനാന ചിപ്സാണ്. അപ്പോൾ ലൈറ്റ് കളറുള്ള ബനാന ചിപ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് കൺസ്യൂമറുടെ ഭാഗത്തു നിന്നുള്ള ഒരു മനോഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ട്. അതായത് നല്ല കടും നിറമുള്ള ഭക്ഷ്യവസ്തുക്കൾ തന്നെ വേണമെന്നുള്ള നിർബന്ധം പിടിക്കരുത്. നിറം കുറഞ്ഞതാണ് ആരോഗ്യകരം, നിറം കൂടിയതല്ല ഇത്തരത്തിലുള്ള ബനാന ചിപ്സിൻ്റെ കേസിലെന്ന് മനസ്സിലാക്കുക. കൂടുതൽ കടും നിറമുള്ളത് കൃത്രിമ നിറങ്ങൾ ചേർത്ത് വരുന്നതാണെന്ന് മനസ്സിലാക്കി നിറം കുറഞ്ഞ അല്ലെങ്കിൽ ആരോഗ്യകരമായ അല്ലെങ്കിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കാത്ത ബനാന ചിപ്സ് ചോദിച്ചു വാങ്ങുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കൺസ്യൂമേഴ്സ് മാറേണ്ടതുണ്ട്. ഫുഡ് സേഫ്റ്റി ഈസ് എവരിവൺസ് ബിസിനസ്. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് നിർമ്മാതാക്കളോ കച്ചവടക്കാരോ മാത്രം വിചാരിച്ചത് കൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം. ഈറ്റ് കളർലെസ് ഫുഡ്, ലീഡ് കളർഫുൾ ലൈഫ്. കൃത്രിമ നിറങ്ങളില്ലാത്ത ആഹാരം കഴിക്കൂ, നിറമുള്ള ജീവിതം നയിക്കൂ. താങ്ക് യു.